എന്ത് എത്ര പെട്ടെന്ന്? നമുക്ക് ഇനിയും കളിക്കാം. എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ അപ്പോഴേ പറഞ്ഞത്. ശരി, ഞാൻ സത്യം പറയാം, ഇത് ലീനയുടെ ഷൂസാ. മായക്കണ്ണനെ ഇത് ചെറുതാക്കി തന്നത്. പക്ഷെ അതുകൊണ്ട് 3 മണിക്കൂറേ ഫലം ഉണ്ടാവും. ആട്ടെ, നീ എന്തിനാ ലീനയുടെ ഷൂ ഇട്ടോണ്ട് വന്നത്? ഞാൻ ഇന്നലെ പച്ച ഷൂ ഇട്ട് വന്നപ്പോ നിങ്ങൾ രണ്ടാളും എന്നെ കളിയാക്കിയില്ലേ, അതുകൊണ്ട് ഞാൻ വന്നതാ. ആ പച്ച ഷൂ കാണാൻ നല്ല ഭംഗി. പിക്നിക്കിന് പോയ കൂട്ടുകാർ. നാളെ നമ്മളെല്ലാരും സന്തോഷമായി പിക്നിക്. ആ ഷൂ നന്നായിരുന്നു, നീ എന്താ ഇട്ടോണ്ട് വരാത്തത്? നീ പിന്നെ എന്തിനാ ഇന്നലെ കളിയാക്കിയത്? ഞാൻ അത് ഇട്ടിട്ട് വരായിരുന്നില്ലേ? ശരി, ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? എനിക്ക് നമുക്ക് കുറച്ചുകൂടെ കളിച്ചിട്ട് പോവാം. ശരി, അവര് പോയി 3 മണിക്കൂറായാലോ, ഇനിയും കാണുന്നില്ല. വിളിച്ചു നോക്കട്ടെ. ഹലോ, ലീനയ്ക്ക് പോകും. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം നിങ്ങൾ ആരും നാളെ ഊണ് കൊണ്ടുവരണ്ട. നമ്മൾ എല്ലാവരും അവിടെ തന്നെ പാചകം ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കുന്നു. നീ എന്താ എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇങ്ങോട്ടാ? ലീന ഇവിടെ ബർത്ത്ഡേ പാർട്ടിക്ക് എന്തൊരു രസാന്നറിയോ? ഓ, നിങ്ങൾ പറഞ്ഞ സത്യമാണ്. എനിക്കും വരണം ആഗ്രഹമുണ്ട്. എന്നാ നീ വേഗം ഇങ്ങോട്ടേക്ക് വാ. ശരി ലീന, ഞാൻ ഫോൺ വെക്കട്ടെ. എല്ലാരും വെയിറ്റ് ചെയ്തോണ്ട് നാളെ ഞങ്ങളൊക്കെ പിക്നിക്കിന് പോവാമേ. അതെയോ, മിസ് നിങ്ങളുടെ കൂടെ വരുന്നില്ലേ? വരുന്നുണ്ടമ്മേ. നിനക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരണ്ടേ? ശരിക്കും ഞാൻ ഇപ്പൊ വരാം. ഞങ്ങൾ അവിടെ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒന്നും എടുത്തോണ്ട് വരണ്ടെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെയും കൊണ്ടുപോവാടാ. എത്രയാ എനിക്ക് തിന്നാൻ തരുന്നത്? ഫ്രണ്ട്സ് ഒക്കെ വരുന്നില്ലേ? തികയാതെ പോയി. നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞില്ലേ? എന്റെ അടുത്ത് പാചകവിധി പുസ്തകങ്ങൾ നിറയെ ഉണ്ട്. അത് നോക്കി നിങ്ങൾ ചെയ്ത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം അമ്മേ. റെഡിമെയ്ഡ് റെസിപ്പിയാ വെച്ചിരിക്കുന്നത്. നീ അത് ചൂടാക്കി കഴിച്ചാ മതി. ജെറി, കുറച്ച് പേപ്പറും. പക്ഷിക്കുട്ടി, ആ പക്ഷി കാണാൻ നല്ല രസമുണ്ടല്ലോ. ഏത്? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? വാ, വേഗം വന്നിത് കഴിക്ക്. അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇതാ നിങ്ങൾക്ക് ബ്രെഡും കാരറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഐസ്ക്രീം ആരെങ്കിലും വേസ്റ്റ് ചെയ്യോ? നിനക്ക് നാണയില്ലേ മായക്കണ്ണ? ശരി, അറിയാതെ തെറ്റ് ചെയ്തു പോയി ലീനെ. നാളെ അവര് വരുമ്പോ ഞാൻ ഐസ്ക്രീം തിരിച്ചു കൊടുത്തേക്കാം. ഒരു മിനിറ്റ്, അവർക്ക് വിശന്നാ ഇപ്പൊ എന്ത് ചെയ്യും? അതിനല്ലേ നാളെ അവര് വരുമ്പോ ഐസ്ക്രീം കൊടുത്തേക്കാന്ന് പറഞ്ഞത്. നിനക്കത് ചെയ്യാൻ പറ്റോ? തീർച്ചയായിട്ടും പറ്റും. എന്നാ ഓക്കെ, നാളെ ഞാൻ സ്കൂളിൽ വന്ന ശേഷം വരാൻ പറ. ഓക്കേ. കരടിയുടെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്നറിയാമോ? എനിക്കറിയാം മിസ്, എനിക്കറിയാം. തേനാണ്, തേനാണ്. അല്ല, ഐസ്ക്രീം. എന്താ ലീന, നീ മാത്രം ഐസ്ക്രീം എന്ന് പറയുന്നത്? ഒരു പ്രാവശ്യം ഞാൻ സൂവിൽ പോയപ്പോ അവിടെ ഒരു കരടിയെ കണ്ടു. അതിന് ഞാൻ ഐസ്ക്രീം കൊടുത്തു. അത് ഐസ്ക്രീം മുഴുവനും കഴിച്ചു. മിസ്സിനും ഐസ്ക്രീം. നീ പറയുന്നത് സത്യമാണോ ലീനെ? അതെ മിസ്. എനിക്ക് ഇതിനെ പറ്റി അറിയേയില്ല. ഈ പാഠം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനെ കുറിച്ചൊന്ന് വായിച്ചു നോക്കട്ടെ. എനിക്ക് കുറച്ച് സമയം തരണം കേട്ടോ. എന്താ കാര്യം പറ. മൃഗങ്ങൾ
പറഞ്ഞ മിസ് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പക്ഷികൾ ഐസ്ക്രീം കഴിക്കുമ്പോ അത് ഫോട്ടോ എടുക്കണം. നല്ല ഐഡിയ. അപ്പോഴേ മൃഗങ്ങൾക്കും ഐസ്ക്രീം ഇഷ്ടമാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവൂ. നമുക്ക് ആദ്യം ഈ പക്ഷികളിൽ നിന്ന് ആരംഭിക്കാം. പക്ഷികൾ ഐസ്ക്രീം കഴിക്കുന്നത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാന്. അതിന് ഞാൻ ഉടനെ ഏർപ്പാട് ചെയ്യാം. അക്കത്തേക്ക് താനെ വരും കൂട്ടെ, മായ കണ്ണാൽ ഒരു മാജിക് കാണിക്കാം. ഞാൻ വേഗം പോയി ക്യാമറ എടുത്തോണ്ട് വരാം. പക്ഷികൾ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആ പക്ഷികൾ ഐസ്ക്രീം തൊടുന്നത് പോലെ ഇല്ല. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എന്താ? ജെറിയുടെ അടുത്ത് മൃഗങ്ങളെ പറ്റിയുള്ള പുസ്തകമുണ്ട്. അത് നീ ചോദിച്ചു വാങ്ങിച്ചു നോക്ക്. അതിൽ അതിനെ പറ്റി ഉണ്ടാവും. അതെയോ? ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ തന്നെ, അങ്ങനെ. മുത്തശ്ശി, ജെറി ഉണ്ടോ? വാലീനെ, അവൻ റൂമിൽ പഠിച്ചോണ്ടിരിക്ക. ഗെയിം ഓവറായല്ലോ. ജെറി, എന്നെ നീ ഒന്ന് സഹായിക്കോ? നീ ആരോടാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത്? ഞാൻ സഹായിക്കാനായ ജനിച്ചവനാ. നിന്റെ ബർത്ത് ബുക്കില് പക്ഷികളുടെ ആഹാരം എന്താന്ന് എഴുതിയിട്ടുണ്ടോ? അതിൽ പക്ഷികളെ പറ്റി എഴുതിയിട്ടില്ല, മൃഗങ്ങളെ പറ്റി എഴുതിയിട്ടുള്ളൂ. അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്ക് അറിഞ്ഞിടത്തോളം പക്ഷികൾ ബ്രെഡും പിന്നെ അരിയും മാത്രമേ തിന്നാറുള്ളൂ. ഞാൻ അതൊക്കെ വെച്ച് നോക്കി, ക്യാരറ്റും വെച്ച് നോക്കി, അതൊന്നും കഴിച്ചില്ല. ലീനെ, പക്ഷികൾ അതൊന്നും കഴിക്കാറില്ല. ഇതൊക്കെ സ്കൂളിലെ ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടതല്ലേ മക്കളെ? അത് എന്താ കഴിക്കാന്ന് പറ മുത്തശ്ശി. അത് മാത്രല്ല, അവർക്ക് ചെറിയ ചെറിയ പുഴുക്കളെയാണ് വളരെ ഇഷ്ടം. മാത്രമല്ല, കുട്ടികൾ ജനിച്ച അവർക്ക് ഭയങ്കര വിശപ്പ. അവ തങ്ങൾക്കായി ഒരു കൂടുണ്ടാക്കും, പിന്നെ കുറേ വെള്ളം കുടിക്കും. ഞാൻ അവരെ സഹായിക്കാം. ഉയരമുള്ള കെട്ടിടങ്ങളിൽ ഇരിക്കുമ്പോ ചിലപ്പോൾ അവയ്ക്ക് വെള്ളം കിട്ടില്ല. വിഷമിക്കേണ്ട മുത്തശ്ശി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ സഹായത്തിന് നന്ദി മുത്തശ്ശി. പക്ഷികൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് എന്താന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഓ, അത് വെള്ളമാണോ? ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. അതെ, അവർക്ക് വിശപ്പിനെക്കാളും ദാഹമാണ് അത്ര കൂടുതൽ. എന്തെങ്കിലും ചെയ്താ പക്ഷിയെ രക്ഷിക്ക്. നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. വിഷമിക്കേണ്ട, നിനക്ക് വേഗം സുഖാവും. അവര് പിന്നെ വന്നു. അവര് വെള്ളം കുടിക്കാൻ വന്നതാ. അതെ, അതിനായിരിക്കും വന്നത്. അതിന്റെ കൂടെ ഇവിടെ തന്നെയാ. എപ്പോ നോക്കിയാലും ടി വി കണ്ടോണ്ടിരിക്ക. ഇന്ന് സ്കൂളിൽ ഡാൻസ് കോമ്പറ്റീഷന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ ന്യൂസിൽ കാണിക്കാത്രേ. നമുക്ക് എല്ലാവർക്കും കൂടി കാണാം. ഓ, ഞാൻ കളിച്ചിട്ടുണ്ട്. എന്റെ പൊന്നുമോള് ടിവിയിൽ വരാൻ പോവാ. അച്ഛനോട് ആ സമയമാകുമ്പോഴേക്കും വേഗം വരാൻ പറ. ഇത് നീ കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞോ? ഏത് സമയത്താ കാണിക്കാൻ പോകുന്നത്? ഇന്ന് തന്നെ കാണിക്കുന്ന പറഞ്ഞത്. ഏത് സമയം അറിയില്ല. ഞാൻ ഓൺ ചെയ്തേ. ഞാനിത് മിസ് ചെയ്യില്ല. നിന്റെ കൂടെ ഇരുന്നോണ്ട് കാണും. അപ്പൊ അച്ഛനോ? അടുത്തതായി വരാൻ പോകുന്നത് നൃത്തമാണ്. അതിൽ കുട്ടികളെല്ലാം വളരെ മനോഹരമായി നൃത്തം ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഇതേപോലെ ഡാൻസ് ഒക്കെ കളിച്ച് ടിവിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലീനയും വന്നു. നിങ്ങൾ വേസ്റ്റാ. ഞാൻ നിങ്ങളെ പോലെ ഒന്നുമല്ല. സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ വളരെ നല്ല കുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ മാത്രം സ്കൂളിൽ പഠിക്കുമ്പോ മോശമായിരുന്നാ? അച്ഛാ, ഡാൻസ് തുടങ്ങി. ഈ ഡാൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്.
ഇതില് നീ എവിടെയാ മോളെ? അതാ സൂസിയുടെ പിന്നിലുള്ളത് ഞാനാ, കണ്ടില്ലേ? എന്നെ മറച്ചവള് മുന്നിൽ വന്ന് നിന്നതാ. സുസിയുടെ കണ്ണ് ലീനയുടെ കണ്ണിനേക്കാൾ മനോഹരമാണ്. അതെ, ശരിയാണ്. അത് മാത്രമല്ല, അവളുടെ ഡാൻസ് നന്നായിട്ടുണ്ട്. അവള് കരുതിക്കൂട്ടി ചെയ്തതാ. എന്തിനാ മോളെ ടെൻഷൻ ആവുന്നേ? പുറകിലാണെങ്കിൽ നന്നായിട്ട് കാണുന്നുണ്ട്. സൂസിയെ മറ്റുള്ളവർ കളിക്കുന്നത് എല്ലാവർക്കും കാണുന്നുണ്ട്, എന്നെ കാണുന്നില്ല. എന്തിനാ മോളെ വ്യസനിക്കുന്നത്? നീ നന്നായി കളിച്ചു. ലീന, ഞാന് ശ്രദ്ധിക്ക. 1 മണിക്കൂറായിട്ട് നീ ആ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുക. നിനക്കിന്ന് എന്ത് പറ്റി? ആ ടിവി ക്യാമറ എന്താ എന്നെ ഫോക്കസ് ചെയ്യാതിരുന്നത് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. എന്റെ കണ്ണ് ചെറുതായത് കൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്തതാ. നിന്റെ കണ്ണ് ചെറുതാണെന്നോ? നീ എന്താ പറയുന്നേ ലീനെ? സൂസിയാണ് മുന്നിൽ കളിച്ചോണ്ടിരുന്നത്. അവളെ എല്ലാവരും കണ്ടിരിക്കുന്നു. അവളുടെ കണ്ണ് നന്നായിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അത് കാണാൻ എങ്ങനെയുണ്ടാവും? മനസ്സിലാവുന്ന പോലെ പറ. അത് പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. എന്റെ കണ്ണും നിന്റെ കണ്ണ് പോലെ ഉള്ളത്. സൂസിയുടെ കണ്ണ് കണ്ടാലേ നിനക്ക് മനസ്സിലാവൂ. എന്റെ കണ്ണിലേക്ക് നോക്ക്. ഇതിനേക്കാൾ മനോഹരമായിരുന്നോ? ഞാനേ വിഷമിച്ചോണ്ടിരിക്കോ. ഇപ്പോഴാണ് നീ തമാശ കാണിക്കുന്നത്. അവളുടെ കണ്ണിൽ എങ്ങനെയുണ്ടായിരുന്നു പറ. ഞാൻ എന്നെ കൊണ്ടാവുന്ന സഹായം ചെയ്തേരാം. സത്യാണോ? സൂസിയുടെ കണ്ണ് എങ്ങനെ ഉണ്ടാവുന്നറിയോ? പെൻസിൽ കൊണ്ട് ഡാർക്കായി വരച്ച പോലെ ഉണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴേ നിന്റെ കണ്ണുകൾ മനോഹരം തന്നെയാ. ശരി ശരി, ഞാൻ സഹായം ചെയ്യാം. ഇതിന് നീ ടിവിയിൽ വരാത്തതിനും തമ്മിൽ എന്താ ബന്ധമുള്ളത്? സൂസിയെ പോലെ കണ്ണുണ്ടെങ്കിൽ എന്റെ മുന്നിൽ നിർത്തോ. പക്ഷേ എന്റെ കണ്ണ് അങ്ങനെയല്ലല്ലോ. നിന്റെ ഈ ഉത്തരം ശരിയാന്ന് തോന്നുന്നില്ല. നിന്നെക്കാട്ടിലും അവള് നന്നായി ഡാൻസ് കളിച്ചോണ്ട് അവളെ നിർത്തിയത്. അവളെ പോലെ മനോഹരമായ കണ്ണുണ്ടാവാൻ നീ എന്നെ സഹായിക്കണം. ശരി, അങ്ങനെ ചെയ്യാം. അക്കിക്ക് താഴെ വരും കുട്ടിയെ മായ കണ്ണാൽ ഒരു മാജിക് കാണിക്കാം. ഏയ് മേരി, എന്റെ അടുത്ത് വന്ന് എന്റെ കണ്ണിലേക്ക് നോക്ക്. ഞാനത് ദിവസം കാണുന്നതല്ലേ. അയ്യോ, നിന്റെ കണ്ണിന് എന്ത് പറ്റി? ഇപ്പൊ എന്റെ കണ്ണിന് വ്യത്യാസം കാണുന്നുണ്ടോ? നീ എന്റെ അടുത്തേക്ക് വരല്ലേ, എനിക്ക് പേടിയാവുന്നു. ബ്രാൻഡോ, ജെറി, അടുത്ത് വന്ന് എന്റെ കണ്ണ് നോക്ക്. എന്ത് പറ്റില്ലേ? നിന്റെ കണ്ണിൽ എന്തെങ്കിലും പൊടിയോ മറ്റോ വീണോ? അതൊന്നുമില്ല, എന്റെ കണ്ണ് നോക്ക്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എനിക്ക് ഒന്നും കാണുന്നില്ല. എന്താ നിങ്ങൾ ഇത് ചെയ്യുന്നത്? ആ, നിന്റെ കണ്ണിന് എന്താ പറ്റിയത്? കണ്ണിൽ എന്തോ വീക്കം വന്നതുപോലെ ഉണ്ട്. ആരാണ് നിന്റെ കണ്ണ് കുത്തിയതെന്ന് പറ. ഞാൻ അവനെ അടിച്ച് പപ്പടമാക്കാം. ഹാ. ഓക്കെ, എല്ലാവരും വരി വരിയായി നിൽക്കൂ. നാളെ നടക്കാൻ പോകുന്ന ഡാൻസ് കോമ്പറ്റീഷന് ഇന്നലെ റിഹേഴ്സൽ ചെയ്ത പോലെ ഇന്ന് റിഹേഴ്സൽ ചെയ്യാൻ പോകുന്നു. അതിനെല്ലാരും റെഡി ആയിരിക്കണം. ഞാൻ പറഞ്ഞതെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതുമാത്രമല്ല, അവരവരുടെ കഴിവിനനുസരിച്ചുള്ള സമ്മാനങ്ങളും കിട്ടും. ലീനെ, മുൻപിൽ വന്ന് നിക്ക്. ഞാൻ കരുതിയതുപോലെ തന്നെ സംഭവിച്ചു. ഇതിനൊക്കെ എന്റെ കണ്ണുകളാണ് കാരണം. ഇന്ന് രാത്രി എന്റെ ഡാൻസ് എന്റെ അച്ഛനമ്മയും ടിവിയിൽ കാണും. റെഡി, ആക്ഷൻ. അടുത്ത സ്റ്റെപ്പ് ഞാൻ മറന്നുപോയല്ലോ. ദയവ് ചെയ്ത് ആരും ചിരിക്കാതിരിക്കോ. ലീനെ, നിനക്കിന്ന് എന്താ പറ്റിയത്? ക്ഷമിക്കണം മിസ്, കണ്ണുകൾ അത് നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് എന്റെ കണ്ണുകൾ. എന്തു പറ്റി നിന്റെ കണ്ണുകൾക്ക്? എന്തോ വ്യത്യാസമുണ്ടല്ലോ. എന്റെ ദൈവമേ, നിന്റെ കണ്ണുകൾക്ക് ഇത് എന്തു പറ്റി? നീ ഡോക്ടറെ പോയി കണ്ടില്ലേ? ശരി, വേറെ ആരെങ്കിലും മുൻപിൽ വന്ന് കളിക്കണം. ലീനെ, നീ പിറകെ പോയി നിക്ക്. ഇത് ശരിയല്ല. ലീനി, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? ഞാൻ മായ കണ്ണനോട് ചോദിച്ചപ്പോ അവന് ശക്തി ഉപയോഗിച്ച് എന്റെ കണ്ണിങ്ങനെ മാറ്റി. മിസ്സിന് ഇത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എന്നെ പെണ്ണിൽ നിർത്തി. എന്ത് പറ്റി? കണ്ണ് പഴയതുപോലെ ആക്ക്. അതിപ്പോ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ കണ്ണ് പഴയതുപോലെ ആക്കാൻ 2-3 ദിവസം ആവുമല്ലോ.